ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഒന്ന് സിമ്പിൾ ആയിട്ട് നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റുന്നത്. അതായത് ഒരു സിമ്പിൾ ആയത് നമുക്ക് എവിടെ വെച്ച് വേണമെങ്കിലും സിമ്പിൾ ആയിട്ട് മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. സോ ഇത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് അധികം റിക്വയർമെന്റ് ഒന്നും വേണ്ട. ഒരു എസെൻഷ്യൽ റിക്വയർമെന്റ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു കാമായിട്ടുള്ള ഒരു സ്ഥലം കണ്ടെത്തുക, ഒരു റിലാക്സ്ഡ് സ്പേസ് കണ്ടെത്തുക, ഒരു നിങ്ങൾക്ക് എവിടെയെങ്കിലും ഇരുന്ന് അല്ലെങ്കിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, ഒരു കാം ക്വയറ്റ് ആയിട്ടുള്ള സ്ഥലം കണ്ടുപിടിക്കുക. അതായിരിക്കും ബെറ്റർ. ട്രാഫിക് ഉള്ള സ്ഥലത്തും ചെയ്യാൻ പറ്റും, പക്ഷെ ബിഗിനർ എന്ന നിലയിൽ ഒരു കാമായിട്ടുള്ള ഒരു സ്പേസ് കണ്ടുപിടിക്കുക. സോ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ഒബ്ജക്റ്റ് നമുക്ക് വേണം. അതൊരു ഒബ്ജക്റ്റ് ഓഫ് മെഡിറ്റേഷൻ നമുക്ക് വേണം. സോ നിങ്ങൾക്ക് ഒരു ഇൻഡോർ സ്പേസ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇഷ്ടമുള്ള ഒരു ഒബ്ജക്റ്റ്, ഇൻ കേസ് ഒരു ഫോട്ടോ ആയിരിക്കാം, ഇഷ്ടമുള്ള ഒരു ഫോട്ടോ എടുത്ത് മെഡിറ്റേറ്റ് ചെയ്യാം. ഫോട്ടോ എടുക്കാം, ഒരു ഫ്രെയിം സൈസിൽ ഫോട്ടോ എടുക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാത്രമോ എന്തെങ്കിലും ഒരു ബോളോ, അല്ലെങ്കിൽ ഇൻ കേസ് നിങ്ങൾക്ക് ഒരു ഭിത്തി നിങ്ങൾക്ക് വേണം ഒരു മെഡിറ്റേറ്റീവ് ഒബ്ജക്റ്റ് ആയിട്ട് വെക്കാം ഇൻഡോർ സ്പേസിൽ. ഔട്ട്ഡോർ ആണെങ്കിൽ നിങ്ങൾക്ക് മരങ്ങൾ ഒബ്ജക്റ്റ് ആക്കാം, മരങ്ങളെ നോക്കി മെഡിറ്റേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു റിവർ സൈഡിൽ പോയിരിക്കാം. അങ്ങനെ ഇഷ്ടമുള്ള ഒരു അധികം ഇമ്മൂവബിൾ ആയിട്ടുള്ള ഒബ്ജക്റ്റ് ആണ് നമുക്ക് ബിഗിനിങ് കേസിൽ പ്രിഫറബിൾ. മൂവിങ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് നമ്മൾ ഒബ്ജക്റ്റ് ഓഫ് മെഡിറ്റേഷൻ ആക്കി എടുക്കാൻ പാടില്ല ബിഗിനിങ് സ്റ്റേജസിൽ. എടുക്കാം, ബട്ട് സ്റ്റിൽ ഇറ്റ്സ് വിൽ ബി ഡിഫിക്കൽട്ട്. ഈസിയർ എന്ന് പറയുന്നത് ഒരു ഇമ്മൂവബിൾ ആയിട്ടുള്ള ഒബ്ജക്റ്റ് ആണ്. മരത്തെ നമ്മൾ ഒരു ഒബ്ജക്റ്റ് ഓഫ് മെഡിറ്റേഷൻ ആക്കുവാണെങ്കിൽ കുറച്ച് എളുപ്പമായിരിക്കും. സോ ആദ്യം നമ്മൾ ഒബ്ജക്റ്റ് ഓഫ് മെഡിറ്റേഷൻ എടുത്തു, പിന്നെ റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു നല്ലൊരു കാമായിട്ടുള്ള ഒരു ക്വയറ്റ് സ്പേസും കിട്ടി. ഇനി ചെയ്യേണ്ടത് എങ്ങനെയാണ്, ഇനി നമ്മൾ ആ ഒരു ഒബ്ജക്റ്റിൽ എങ്ങനെയാണ് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യേണ്ടത്. സോ ഒരു ഒബ്ജക്റ്റ് ഓഫ് മെഡിറ്റേഷൻ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യണം. സോ ഇത്രേ ഉള്ളൂ. ജസ്റ്റ് നമ്മൾ ആ ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ കണ്ണ് തുറന്ന് നമ്മൾ ബിഗിനിങ് സ്റ്റേജിൽ മെഡിറ്റേഷൻ കണ്ണ് തുറന്നിരിക്കുക. എന്നിട്ട് ജസ്റ്റ് ആ ഒരു ഒബ്ജക്റ്റ് ആണെന്ന് വിചാരിക്കുക. ജസ്റ്റ് ഈ ഒരു ഒബ്ജക്റ്റിലേക്ക് നമ്മളിങ്ങനെ ജസ്റ്റ് ഒരു വാച്ച്ഫുൾനെസ് എന്ന് പറഞ്ഞൊരു ക്വാളിറ്റി ഉണ്ട്. കോൺസെൻട്രേഷൻ ചെയ്യരുത് ഒരിക്കലും. കോൺസെൻട്രേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഭയങ്കര ടെൻസ്ഡ് ആയിട്ട് പോകും. അപ്പൊ ഒരു റിലാക്സ്ഡ് സ്റ്റേറ്റ് ഓഫ് വാച്ച്ഫുൾനെസ് ആൻഡ് അവയർനെസ്, ഒരു റിലാക്സ്ഡ് ഫോക്കസ് കൊണ്ടുവരിക. അതിനെ റിലാക്സ്ഡ് ഒരു ജെന്റിൽ ഫോക്കസ് നമ്മൾ കൊണ്ടുവരിക ആ ഒരു ഒബ്ജക്റ്റിലേക്ക്. ഞാൻ ജസ്റ്റ് ആ ഒരു ഒബ്ജക്റ്റിനെ ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയും. വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക, ജസ്റ്റ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. ആ വാച്ച്ഫുൾനെസ് എന്ന ഒരു ക്വാളിറ്റിയാണ് നമ്മൾ ഇതിലൂടെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നത്, മെഡിറ്റേഷനിലൂടെ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ വാച്ച്ഫുൾനെസ് എന്തിനാണ് നമ്മൾ കൊണ്ടുവരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വാച്ചിങ് എന്ന ഒരു പ്രോസസ്സിലൂടെയാണ് നമുക്ക് നമ്മുടെ ആ ഒരു മൈൻഡുമായി ഡിറ്റാച്ച്മെന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. മുന്നത്തെ വീഡിയോയിൽ ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ ഈ ഒരു ഒബ്ജക്റ്റിനെ വാച്ച് ചെയ്യുന്നതിലൂടെ ഏത് ഒബ്ജക്റ്റോ ആകാം, നമുക്ക് ഇഷ്ടമുള്ള ഒബ്ജക്റ്റ് എടുക്കാം. സോ ഒരു ഒബ്ജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ആ ഒരു ഒബ്ജക്റ്റിനെ വാച്ച് ചെയ്യുന്നതിലൂടെ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ നോർമലി വാച്ച് ചെയ്യുമ്പോൾ എന്നെ സംബന്ധിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി തോട്ട്സ് ഇങ്ങനെ എൻ്റർ ചെയ്യാൻ തുടങ്ങും. നമ്മൾ ഏത് ഒബ്ജക്റ്റ്, ഇപ്പോൾ ഒരു മരത്തെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആണെങ്കിൽ ആ മരത്തെ നമ്മളിങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ തോട്ട്സ് ഇങ്ങനെ വരാൻ തുടങ്ങും. അപ്പം മൈൻഡിന്റെ പോലെ കോണ്ടൻസ് ഇതെല്ലാം കൂടെ നമ്മുടെ നമ്മൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ വന്ന് വീഴാൻ തുടങ്ങും. അപ്പൊ നമ്മൾ വിചാരിക്കും എനിക്ക് മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് അതിൽ തന്നെ ഫോക്കസ് കിട്ടുന്നത്. പക്ഷെ അത് കുഴപ്പമില്ല. ബിഗിനിങ് സ്റ്റേജസ് അതാണ് നമ്മുടെ ഉദ്ദേശിച്ചത്. നമ്മുടെ മൈൻഡിലെ കോണ്ടൻസ് എല്ലാം ഇങ്ങനെ പുറത്തേക്ക് വരണം. എന്നിട്ട് അതിനെ ഇങ്ങനെ നമ്മൾ ആ ഒരു ഒബ്ജക്റ്റിനെ വാച്ച് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ മൈൻഡിലെ കോണ്ടൻസ് ഇങ്ങനെ വരുമ്പോൾ അതിനെ നമ്മളിങ്ങനെ ജസ്റ്റ് കണ്ടുകൊണ്ടിരിക്കും. ഇത് രണ്ടും നമുക്ക് ഒരുമിച്ച് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റും. സോ ഒബ്ജക്റ്റിന്റെ ഉദ്ദേശം അതാണ്. നമ്മളൊരു ഒബ്ജക്റ്റിന്റെ ഓഫ് മെഡിറ്റേഷൻ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ മൈൻഡിലെ കോണ്ടൻസിനെ വാച്ച് ചെയ്യുക എന്നതാണ് നമ്മൾ ഒരു ഔട്ട്സൈഡ് ഒബ്ജക്റ്റിന്റെ ഉദ്ദേശം. അതായത് നമ്മൾ ആദ്യമേ തന്നെ നമ്മൾ കണ്ണടച്ച് നമ്മൾ മൈൻഡിനെ ഒരു ഒബ്ജക്റ്റ് ഓഫ് മെഡിറ്റേഷൻ, മൈൻഡിനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ടഫാണ്. നമുക്ക് അധികം നേരം വാച്ച് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റില്ല, നമ്മൾ പെട്ടെന്ന് മടുത്തു. സോ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഒരു ഔട്ട്സൈഡ് ഒബ്ജക്റ്റ് ആദ്യം എടുക്കുക. ഒരു റിവർ സൈഡ്, നല്ലൊരു റിവർ സൈഡിൽ പോയിട്ട് നിങ്ങളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ആ ഒരു പുഴയിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, പുഴ പോകുന്നതിനനുസരിച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അല്ലെങ്കിൽ ജസ്റ്റ് ഒരു മരത്തെ അല്ലെങ്കിൽ ഒരു ഫ്ലവറോ എന്തെങ്കിലും ഒരു ചെടിയെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. സോ അതിന്റെ ഉദ്ദേശം ഇതാണ്. എല്ലാ മെഡിറ്റേഷൻ ഉദ്ദേശമാണ് അത് മൈൻഡുമായൊരു ഡിറ്റാച്ച്മെന്റ്, ഈ വാച്ച്ഫുൾനെസ് ഉള്ള ആ ഒരു വാച്ച്ഫുൾനെസ് എന്നൊരു ക്വാളിറ്റി ഡെവലപ്പ് ചെയ്യുന്നതിലൂടെ, വാച്ചിങ്ങിലൂടെ ആ ഒരു മൈൻഡുമായൊരു ഡിറ്റാച്ച്മെന്റ് ക്രിയേറ്റ് ചെയ്ത് തോട്ട്സ് എല്ലാം കുറഞ്ഞു വരും. വാച്ചിങ്ങിലൂടെ നമ്മൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വാച്ച്ഫുൾനെസ് ഇൻക്രീസ് ചെയ്യുന്നതോറും നമ്മുടെ ആ ഒരു തോട്ട്സ് എല്ലാം ഇങ്ങനെ മാറി നമ്മുടെ അവയർനെസ്, നമ്മുടെ കോൺഷ്യസ്നെസ് ഇങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. സോ അങ്ങനെ വാച്ച്ഫുൾനെസ് ഇൻക്രീസ് ചെയ്യുന്നതിലൂടെ നമുക്ക് ലാസ്റ്റ് ഒരു തോട്ട്സ് ഒന്നും ഇല്ലാതെ ഒരു നോ മൈൻഡ് സ്റ്റേറ്റിലേക്ക് വരാൻ പറ്റും. ചിന്തകളൊന്നും ഇല്ലാതെ ഒരു തോട്ട്സ്, ഒരു തോട്ടും ഇല്ലാതെ, മൈൻഡ് ഇല്ലാത്തൊരു സ്ഥിതി. മൈൻഡ് എന്ന് പറഞ്ഞാൽ ഈ തോട്ട്സിന്റെ ഒക്കെ ഒരു കളക്ഷനെയാണ്, ഒരു കളക്ഷൻ ഓഫ് തോട്ട്സ്, തിങ്കിങ് പ്രോസസ്സിനെയൊക്കെയാണ് മൈൻഡ് എന്ന് പറയുന്നത്. സോ ലാസ്റ്റ് തോട്ട്സ് ഒന്നും ഇല്ലാത്ത ഒരു സ്റ്റേറ്റിലേക്ക് നമുക്ക് നോ മൈൻഡ് എന്നൊരു സ്റ്റേറ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും.
ആ ഒരു നോ മൈൻഡിലാണ് നമ്മളൊരു ഒരു കംപ്ലീറ്റ് സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന സംഭവം എക്സ്പീരിയൻസ് ചെയ്യുന്നത്. സോ അതിന് മെയിൻ ആയിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് വാച്ച്ഫുൾനെസ് ആണ്. ഈ വാച്ച്ഫുൾനെസ് നമ്മൾ ഡെവലപ്പ് ചെയ്യണം. ഇപ്പൊ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ നോക്കി വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതിലൂടെ ഈ ഒരു ക്വാളിറ്റി നമുക്ക് ഇൻക്രീസ് ആവും. സോ നമ്മൾ ഈ മെഡിറ്റേഷൻ ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ. ആദ്യം നമ്മളൊരു ഒബ്ജക്റ്റ് ഓഫ് മെഡിറ്റേഷൻ കണ്ടെത്തുക, പിന്നെ ആ ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക, അതായത് കണ്ണ് തുറന്നുകൊണ്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു റിലാക്സ്ഡ് സ്റ്റേറ്റിൽ ആ കണ്ണ് തുറന്നുകൊണ്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക ഒരു ഒബ്ജക്റ്റിനെ. പിന്നെ അതൊരു ബിഗിനിങ് സ്റ്റേജ്. പിന്നെ നമ്മളൊരു ഇന്റർമീഡിയറ്റ് സ്റ്റേജിലേക്കൊക്കെ പോകുമ്പോൾ കുറച്ച് നമ്മൾ മെഡിറ്റേഷൻ്റെ ഒരു കുറച്ചുകൂടെ ഡെവലപ്പ് ആകുമ്പോൾ നമുക്ക് പിന്നെ ഹാഫ് ക്ലോസ്ഡ് ഹാഫ് ഓപ്പൺ ഐസ് ആയിട്ട് നമുക്ക് ആ ഒരു മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ആ ഒരു ഒബ്ജക്റ്റിൽ നമുക്ക് ഇഷ്ടമുള്ള ഒബ്ജക്റ്റ് എടുത്തിട്ട് ജസ്റ്റ് ഒരു ഹാഫ് ഓപ്പൺ ഹാഫ് ഐസ് ഇവിടെ നമുക്കത് മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. അത് ഇന്റർമീഡിയറ്റ് സ്റ്റേജ്. പിന്നെ ലാസ്റ്റ് ഒരു അഡ്വാൻസ് സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് കംപ്ലീറ്റ്ലി ഐസ് ക്ലോസ് ആയി ജസ്റ്റ് നമുക്ക് ഔട്ട്സൈഡ് ഒബ്ജക്റ്റിനെ വേണ്ടെന്ന് വെച്ചിട്ട്, ഔട്ട്സൈഡ് ഒബ്ജക്റ്റ് പിന്നെ നമുക്ക് റെലവെന്റ് അല്ല, ജസ്റ്റ് കണ്ണടച്ചിരുന്ന് ജസ്റ്റ് നമുക്ക് ആ മൈൻഡിനെ വാച്ച് ചെയ്യുന്ന ഒരു സ്റ്റേറ്റിലേക്ക് നമുക്ക് വരാൻ പറ്റും. മൈൻഡ് ആയിരിക്കും പിന്നെ നമ്മുടെ ഒരു ഒബ്ജക്റ്റ് ഓഫ് മെഡിറ്റേഷൻ. എല്ലാ കേസിലും നമ്മൾ ഉദ്ദേശം ഇത് തന്നെയാണ്, നമ്മുടെ മൈൻഡിന്റെ തോട്ട്സിനെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. ഇപ്പം നമ്മൾ ബിഗിനിങ് സ്റ്റേജിൽ പോലും നമ്മൾ ആ ഒരു ഒബ്ജക്ട് ഏതെങ്കിലും ഒരു ഔട്ട്സൈഡ് ഒബ്ജക്റ്റിൽ വാച്ച് ചെയ്യുമ്പോൾ ജസ്റ്റ് വി ആർ ഇൻഡയറക്ട്ലി വാച്ചിങ് അവർ മൈൻഡ്. കാരണം മൈൻഡിന്റെ കോണ്ടന്റ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, സർഫസിലേക്ക് വന്നുകൊണ്ടിരിക്കും. സോ നമ്മളൊരു ഒബ്ജക്റ്റിനെ കാണുന്നതിനോടൊപ്പം തന്നെ ഒബ്ജക്റ്റിനെ മെഡിറ്റേറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ആ ഒരു മൈൻഡിൽ നമ്മളിങ്ങനെ ഒരു വാച്ച്ഫുൾനെസ് നമ്മൾ ഇൻഡയറക്ട്ലി കൊണ്ടുവരുന്നു. സോ ഇൻ ദ അഡ്വാൻസ് സ്റ്റേജിൽ നമ്മൾ കണ്ണടച്ചിരിക്കുമ്പോൾ യു ആർ ജസ്റ്റ് watching your mind. So the object of meditation is not much of a relevance. What matters is your watchfulness. നമ്മുടെ ആ ഒരു വാച്ചിങ് എന്നൊരു ക്വാളിറ്റി ഡെവലപ്പ് ചെയ്യുക എന്നതാണ് നമ്മുടെ മെഡിറ്റേഷന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്. അതിലൂടെയാണ് നമുക്ക് ആ ഒരു നോ മൈൻഡ് എന്നൊരു സ്റ്റേറ്റ്, തോട്ട്സ് ഒന്നും ഇല്ലാത്തൊരു നോ മൈൻഡ് സ്റ്റേറ്റ്, ഒരു അൾട്ടിമേറ്റ് സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ് ഒക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത്. അതിലൂടെയാണ് നമ്മളൊരു എക്സ്റ്റാറ്റിക്, ഒരു ബ്ലിസ്ഫുൾ ലൈഫ് കിട്ടുന്നത്. നമ്മുടെ മൈൻഡിന് പിന്നെ നമ്മുടെ ഒരു കൺട്രോൾ വരും, മൈൻഡിനെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് യൂസ് ചെയ്യാൻ പറ്റും. സോ ഈ ഒരു ക്വാളിറ്റിയൊക്കെ ഈ ഒരു സിമ്പിൾ മെഡിറ്റേഷനിലൂടെ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാവുന്നതുള്ളൂ. പിന്നെ നമ്മൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ മൈൻഡിനെ ജഡ്ജ് ചെയ്യാനൊരു ടെൻഡൻസി വരും. അതായത് തോട്ട്സിനെ ഇങ്ങനെ ജഡ്ജ് ചെയ്യുക, അതായത് ഇങ്ങനെ ഇത് നെഗറ്റീവാണ് മറ്റത് പോസിറ്റീവാണ്, അങ്ങനെ ജഡ്ജ്മെന്റിൽ ആകാൻ ഒരു ചാൻസ് ഉണ്ട്. സോ വാച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഒരിക്കലും നമ്മൾ നമ്മുടെ മൈൻഡിനെ ജഡ്ജ് ചെയ്യാൻ പാടില്ല. ജസ്റ്റ് ബി എ പ്യൂർ വാച്ചർ, ജസ്റ്റ് എ ഡിസ്റ്റന്റ് വാച്ചർ ഓഫ് യുവർ തോട്ട്സ് ഇൻ ദ മൈൻഡ്. സോ ജസ്റ്റ് വാച്ച്ഡ് ആയിട്ടിരിക്കുക, ജഡ്ജ്മെന്റ് പാടില്ല. സോ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. റിലാക്സേഷൻ വേണം, വാച്ചിങ് വേണം, പിന്നെ നോ ജഡ്ജ്മെന്റ് ആൻഡ് ഡു നോട്ട് കോൺസെൻട്രേറ്റ്. സോ റിലാക്സേഷൻ, വാച്ചിങ്, നോ ജഡ്ജ്മെന്റ്, ഇതാണ് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. സോ ദാറ്റ്സ് ഇൻ ദിസ് വീഡിയോ.